ഞങ്ങൾ ഫിഷ് ഒന്ന് നോക്കിട്ട് വരാം. പാടി മീനൊക്കെ ഞാൻ ഒന്ന് വാങ്ങിച്ചോളാം. വേണ്ട വേണ്ട, ഇത് വേണോ? ഞാൻ കൊഞ്ചുണ്ടോന്ന് നോക്കാം. നല്ല നോക്കി മേടിച്ചു. വേണ്ട, അതൊന്നും എടുത്ത. ഒന്നാണ് ചേച്ചി, 1-ാം ക്ലാസ് മീനാ. പിടയ്ക്കുന്ന മീനാ, ഇപ്പൊ പിടിച്ചിട്ടേ ഉള്ളൂ. 1-ാം ക്ലാസ് മീൻ വൈകട്ടെ. ഈ മീൻ വില കുറച്ച് തരാം. ഇവിടെ 1-ാം ക്ലാസ് മീനാ. ഇത് നോക്കൂ. മീനെന്താ വില? അതിന് 15 രൂപ. പെമ്പിളിരിക്കുന്ന കണ്ണ് കണ്ടൂടെ? മാർക്കറ്റ് ആവുമ്പോ തട്ടേത് മുട്ടേന്നൊക്കെ ഇരിക്കും. വേണ്ട വേണ്ട. ഈ മീൻ എന്താണോ വില? അതിന് 25 രൂപ. അതിന് 5 രൂപ. വെറുതെ കിട്ടാൻ പറ്റില്ലല്ലോ. ആലവലാതി. എന്തൊരു മുട്ടാവും മുട്ടിയത്. കൊഞ്ചില്ല. അതെ, ഞങ്ങളെടുത്ത് എപ്പോഴും ശല്യപ്പെടുത്തുമെന്ന് പറഞ്ഞില്ലേ? ആ ബ്ലാക്ക് ഷർട്ട് നോക്കണ്ട, ഇവിടെ എങ്ങനെ ഇടിച്ചിട്ട് പോയി. ഓഹോ, നിങ്ങൾ മേടിച്ചോ, ഞാൻ ഇപ്പൊ വരാം. എടോ, മീൻ കറക്റ്റ് വില പറഞ്ഞ കിട്ടാ. കുറയ്ക്കാൻ പറ്റത്തില്ല, പറഞ്ഞ വില. സ്ത്രീകളെ ഞോണ്ടുകയും പിറ്റിയൊക്കെ ചെയ്യുന്ന പഴയ നമ്പരാണ്. പുതിയ വല്ലതും ഉണ്ടായി പറഞ്ഞാ എനിക്കും കൂടെ പഠിക്കാമല്ലോ. താനാരാ ചോദിക്കാൻ? ശരിയായിട്ടുള്ള ആള് തന്നെ, അതെന്റെ വൈഫാ. പീസ് വേണം അല്ലേ? ഏയ്, വഴക്കൊന്നുമില്ല. ഒരു സെക്കൻഡ്, നമുക്ക് അങ്ങോട്ട് മാറി സംസാരിക്കാം. മുഴുവൻ മീന്റെ നാറ്റം. എത്ര പെർഫ്യൂം അടിച്ചാലും പോകും തോന്നില്ല. രാജേട്ടന് ഇത്രയ്ക്ക് ധൈര്യം ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. നീ എന്നെ പറ്റി എന്താ ധരിച്ചിരിക്കുന്നത്? ഞാൻ ഇതൊക്കെ എത്ര കഴിഞ്ഞിട്ടാ ബാങ്കിലോട്ട് കയറിയെന്ന് നിനക്കറിയാവോ? എങ്കിലും റോയ്ച്ചനെ സമ്മതിക്കണം. സിനിമയിൽ കാണുന്ന പോലെ സ്റ്റണ്ട്. കുറച്ചുകൂടെ ഒന്ന് അടങ്ങിയിരിക്കുന്നുണ്ടോ? എന്റെ ദേഹത്ത് മുഴുവൻ തെറിക്കുന്നു. ഞാനിപ്പോ കുളിച്ചേച്ച് ഇറങ്ങിയുള്ളൂ. നീ തേക്ക്, കുറച്ച് നാളുകൂടി ശരീരമൊക്കെ ഒന്ന് അനങ്ങി നിന്ന. നാന്ന് രാജേട്ടൻ ഇല്ലെങ്കിൽ കാണായിരുന്നു. ഓമ ഇടിച്ച് ചമ്മന്തിയാക്കിയനെ. അയ്യടാ രാജേട്ടൻ, 5 കൊല്ലം ഞാൻ മലബാർ ഗോപാലൻകുൽക്കര കീഴിൽ കളരി പഠിച്ചവനാ. അവന്മാര് 3 അല്ല 300 പേര് വന്നാലും ഞാൻ ഒറ്റയ്ക്ക് മതി. ഇരുന്നാട്ടെ.
അവന്മാരെ കാണിച്ചെന്ന അബദ്ധമായത്. ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. മതി, എനിക്ക് 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 നാറ്റുണ്ടോ? നീ നാറ്റുണ്ടോ? ഇല്ലെന്നേ. ഒന്ന് നോക്കിയേ. അയ്യോ, നല്ല വലം തേരിച്ചേ, നല്ല വലം തേര്. അയ്യോ, ആ ഡയറി പിടിച്ചു നിൽക്കുന്ന ആളെ കണ്ടോ? എവിടെ? കൂടുതൽ ശ്രദ്ധിക്കണ്ട. ആരാ? മാരേജ് ബ്രോക്കർ സുന്ദരേശൻ. എന്നെ കാണുമ്പോഴൊക്കെ ഓടി വരും. വല്ല നല്ല കേസുകളുണ്ടോന്ന് ചോദിച്ചു. കേസുകളോ? ആ, പെൺകുട്ടികളെ. ആ, നല്ല ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സും ഒക്കെ പുള്ളിയുടെ കയ്യിലുണ്ടത്രേ. നിന്നെ കണ്ട ഇപ്പൊ ഒന്ന് ചോദിക്കും കല്യാണം കഴിച്ചാണോന്ന്. ചോദിച്ചാ നീ പറഞ്ഞുതരാ മാരേജ് ചെയ്തിട്ടില്ല. അയ്യോ, പിന്നെ അയാൾ വീട്ടിലേക്ക് കയറി വരും. അത് വരുമ്പോ നോക്കാം. അല്ല, ഈയിടക്ക് അമ്പലത്തിലൊന്നും കാണാറില്ലല്ലോ. ദേവന്മാരൊക്കെ അങ്ങ് മറന്നോ? ഞാൻ നടക്കട്ടെ ചേച്ചി. എന്താ പേര്? ഷൈനി. അതാ നല്ല ഷൈനി. നല്ല ഐശ്വര്യമുള്ള മുഖം. ആരാ? സ്വന്തക്കാരാ? താഴത്തെ ഫ്ലാറ്റ് താമസിക്കുന്നത്. പുതിയതായിട്ട് വന്നാണല്ലേ? അതെ. ഒരു ഡോക്ടർ കേസ് തൊട്ടുണ്ട് അമേരിക്കയില. കയ്യോടെ പിടിച്ച കാര്യം നടക്കും. ഞാൻ അവരോട് പറയാം. ആ കാര്യം ഞാൻ ഏറ്റെന്നേ. വരട്ടെ വരട്ടെ. നീ സിസ്റ്റർ, ഞാൻ ബ്രദർ. ഇത് വെറും ജോക്കാണേ. രാജ്മോഹൻ, ഇവളുമാരെയൊന്നും വിശ്വസിക്കാൻ പറ്റിയല്ല. അമേരിക്ക, ലണ്ടൻ എന്നൊക്കെ കേട്ടാ നമ്മളെ വിട്ടുപോകാൻ വരെ അവർ മടി കാണിക്കത്തില്ല. ആന്ന്. നിങ്ങൾ എങ്ങനെ ഞങ്ങൾ വിശ്വസിക്കുന്നേ? ഞാൻ കൂടെ ഉള്ളപ്പോ തന്നെ ഏതെങ്കിലും ഒരു പെണ്ണിനെ റോയിച്ചും വെറുതെ വിടാറുണ്ടോ? എന്നിട്ട് പറയും വലിയ സൗന്ദര്യ ആരാധകനാണെന്ന്. അല്ലേ? ബ്രോക്കർ ഒന്ന് ചോദിച്ചാൽ തെറ്റൊന്നുമില്ല. ഷൈനിയെ കണ്ട കല്യാണം കഴിഞ്ഞതാണെന്ന് ആർക്കും തോന്നൂല, അല്ലേ? ഏതായാലും അയാൾ ഇവിടെ കയറി വരുമെന്ന് ഉറപ്പാ. ഞാൻ മാറിക്കളയും. ഓ, ഒരാളും വേണ്ട. അയാളെ എന്നതാ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഏതാണ് പഠിച്ചോന്റെ ബാക്കി? കരച്ചില്ലല്ലോ. ഇതെന്താ? ഒരുത്തൻ മാറുമ്പോ വേറൊരുത്തൻ. ടാറ്റ കമ്പനിയിലെ ഷിഫ്റ്റ് പോലെ. ഞാനല്ല, അവൾ അവിടുന്ന് ഇങ്ങോട്ട് കണ്ണുമൂക്കും കാണിച്ചതാ. എനിക്ക് ഈ ലേഡീസ് എന്ന് പറഞ്ഞാൽ തന്നെ പേടിയാ. എന്തിന്? നിങ്ങളോട് ഈ കാലം വരെ ഒരു അക്ഷരം ഞാൻ മിണ്ടിയിട്ടുണ്ടോ? സ്വന്തം വീട്ടിലുള്ള നിങ്ങളോട് മിണ്ടാണ്ടാണ് അന്യ വീട്ടിലുള്ള അവളോട് മിണ്ടാൻ പോകുന്നത്. പോയോ? ഇവിടെ വെച്ചേ ഈ ഏർപ്പാടൊക്കെ നിർത്തുന്നതാ നിന്റെ ആരോഗ്യത്തിന് നല്ലത്. അല്ലെങ്കിലേ ഇത് കൊണ്ട് തട്ടുന്ന പോലെ നിന്നെയും തട്ടും. ഹലോ, എങ്ങോട്ടായി വാണംവിട്ട പോലെ പോകുന്നത്? ബാങ്ക് മാനേജർ ഒന്ന് കാണണം. അവര് മോളിലില്ല, ഇപ്പൊ താഴെയുണ്ട്. ഓ, ആ, നമ്മളാരാ മനസ്സിലായില്ലോ? മിസ്റ്റർ മാലയോഗം. മാലയോഗം എന്ന് വെച്ചാല്? ബ്രോക്കർ. എന്തിന്റെ ബ്രോക്കർ? മാരേജ് ബ്രോക്കർ. അത് ശരി, അല്ല വേറൊന്നും അല്ല. എടാ, നീ ആ കുന്നുംപുറത്തെ കമലാക്ഷിയുടെ മോനെ നല്ല കിളി പോലത്തെ പെണ്ണാന്നും പറഞ്ഞു ഒരുത്തിയെ കൊണ്ട് കൊടുത്തില്ലേ? ഒരാഴ്ച കഴിഞ്ഞപ്പം അവള് വേറൊരുത്തന്റെ കൂടെ പോയി. ഇതാന്നോടാ നിന്റെ കിളി പോലത്തെ പെണ്ണ്? എന്റെ പൊന്ന് ചേച്ചി, ഞാൻ സത്യകേടൊന്നും കാണിച്ചിട്ടില്ല. കിളി ഒരിടത്ത് അധിക നേരം ഇരിക്കാറില്ല. മറ്റു വല്ലയിടത്തുനിന്നല്ല, തീറ്റ കാണുമ്പോ അത് അങ്ങോട്ട് പറന്നു പോകും. പിന്നെ ഫാമിലി ലൈഫ് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാം. ഇവിടെ ആരുമില്ലേ? ഇവിടെ ആരുമില്ലേ? ഹലോ, എന്താ പ്രശ്നം? കുട്ടിയെ കാണാൻ വന്നതാ. കുട്ടിയോ? ആ, കുട്ടി ഇവിടെ അല്ല, മേള. ആ കുട്ടിയല്ല, ഇവിടത്തെ കുട്ടി, പെൺകുട്ടി. പെൺകുട്ടിയോ? ആ, എന്നെ മനസ്സിലായില്ലേ? മിസ്റ്റർ മാലയോഗം, മാരേജ് ബ്രോക്കർ. അത് ശരി. ഇരുന്നട്ടെ. എനിക്ക് ആളെ മനസ്സിലായില്ല. ആ, പിന്നെ കുട്ടിയുടെ ജാതകം ഫോട്ടോ ഒന്ന് വേണം. ഒരു ഡോക്ടർ ഉണ്ട് അമേരിക്കയിലാ. ഡോക്ടർ അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടല്ലോ സാർ. ഇയാൾ എഞ്ചിനീയറാ, ഇറാഖിലാ, എണ്ണ കമ്പനിയിലാ ജോലി. പുള്ളിക്കാരൻ വിചാരിച്ച ഡീസലും പെട്രോളൊക്കെ നമുക്ക് സുലഭമായിട്ട് കിട്ടും. ഇത് IAS ജോർദാനിലാ. IAS ജോർദാനിലോ? ഇവിടെ IAS കിട്ടാത്തോണ്ട് ജോർദാനിൽ പോയെന്ന് മാത്രം. വലിയ ചിന്തയിലാണല്ലോ. അത് പെണ്ണ് കെട്ടാത്തിന്റെ വിഷമമാ. ഇയാൾ ആഫ്രിക്കയിലാ. ആദിവാസിയെ പോലെ ഉണ്ടല്ലോ ഗെറ്റപ്പ്. വാലും കൂടെ വെച്ചാ കൊരകനെ പോലെയാവും. ഇപ്പൊ അങ്ങനെയൊന്നുമല്ല സാറേ. ആള് നല്ല സുന്ദര കുട്ടപ്പനാ. പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്ത് ഇതിലേത് വേണമെങ്കിലും സാറിന് പെങ്ങൾക്ക് യോജിക്കും. ഞാൻ പെങ്ങളോടൊന്ന് ചോദിക്കാം. പെങ്ങളെ, വലിയ നാണക്കാരിയാ. എല്ലാ പെമ്പിളരും അങ്ങനെയാ.
ഇതിലാരെയാണ് നിനക്ക് ഇഷ്ടപ്പെട്ടത് നോക്ക്. എല്ലാം ചേട്ടന്റെ ഇഷ്ടം. കണ്ടോ, ഇതാണ് തറവാട്ടിൽ പറഞ്ഞ പെൺകുട്ടികൾ. ഇതിലേതാ വേണ്ടത്? ഏത് വേണമെങ്കിലും താൻ സെലക്ട് ചെയ്തു. എല്ലാം തനിക്ക് വിട്ടു തന്നില്ല. അപ്പോ ആ ഫോട്ടോയും ജാതം ഒന്ന് കിട്ടിയാൽ കൊള്ളാമായിരുന്നു. അയ്യോ, ജാതകമില്ല. ഫോട്ടോ വേണമെങ്കിൽ മതി. നീ ആ ഫോട്ടോ എടുത്തേ. ഫോട്ടോ ഇപ്പൊ കൊണ്ടു. ഇത് കല്യാണ ഫോട്ടോ. അപ്പൊ ഡൈവേഴ്സി ആയിരിക്കും. അതെ, കല്യാണ ഫോട്ടോ തന്നെയാണ്. ഇരി, 6 മാസമായുള്ള കല്യാണം കഴിച്ചത്. അതിനു മുമ്പ് തനിക്ക് അവളെ ഡൈവേഴ്സിയാക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ റോഡിൽ കൂടി കാണാൻ കൊള്ളാവുന്ന പെമ്പിളരെ കണ്ടാൽ പോരുത്. ചായ 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 ഞാൻ പിന്നെ അവസരത്തിൽ ചായ കുടിച്ചോളാം. ഈ ഏരിയയിൽ അമ്മമ്മയുടെ അല്ല, ഈ കള്ളന്റെ കണ്ണിലാ പെട്ടത്. കള്ള ബെടുവാ, പെട്രോൾ ഊറ്റിയാണല്ലേ? ഞാൻ അങ്ങോട്ട് പെട്രോൾ ഒഴിക്കായിരുന്നു. ഓഹോ, ഇങ്ങനെയാണ് ഒഴിക്കുന്നത്. പക്ഷെ ഇങ്ങോട്ടാണല്ലോ വരുന്നത്. ഇങ്ങനെ പെട്രോൾ ഒഴിക്കാൻ അറിഞ്ഞൂടല്ലേ? ഈ ഗൾഫ് കൺട്രീസിൽ മുഴുവനും ഇങ്ങനെയാണ് പെട്രോൾ ഒഴിക്കല്. ഇവിടെ എങ്ങനെയാണോ അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. ഓ, അപ്പൊ ഒരു സംശയം, അവിടെ ഉള്ളവരൊക്കെ ചോർന്നുന്നത് ഇതിലെയാണോ അതോ പെട്രോൾ ലീക്ക് ഉണ്ടെന്ന് റോയി സാർ വിചാരിച്ചിരിക്കുന്നത്? ഇപ്പോഴല്ലേ മനസ്സിലായത് ലീക്ക് ആരുടെ പോക്കറ്റിലേക്കാ പോകുന്നതെന്ന്. ഗുരുവായൂരപ്പനാണ് സത്യം. ഞാനിത് റോയി സാറിനോട് പറയും. ചതിക്കല്ലേ, കാശിന്റെ ബുദ്ധിമുട്ടോട് ചെയ്തു പോയതാണ്. ദൈവത്താണ് സത്യം. ഇനി ഞാനിത് ചെയ്യൂല. ഉറപ്പ്? ഉറപ്പ്. കൃഷ്ണനാണ് സത്യം. നമ്മൾ ഒന്നല്ലേ? അച്ഛനോ? ഇരിക്കൂ. ഇരിക്കാനൊന്നും നേരമില്ല മോളെ. നമ്മുടെ പരമേശ്വരൻ നായരുടെ മൂത്ത മോന്റെ നിശ്ചയമാ. ഇവളെ ഇവിടെ ആക്കിയിട്ട് എനിക്കങ്ങ് പോണം. മോള് സ്കൂളിൽ പോയ ചേച്ചി, നീ വരുമെന്ന് പറഞ്ഞ് പോകാതിരുന്നതാ. ഉച്ചക്കെത്തും. രാജൻ ഇവളുടെ കാര്യമെല്ലാം ശരിയാക്കിയിട്ടില്ലേ മോളെ? നാളെ അല്ലേ ഇന്റർവ്യൂ? രാജേട്ടൻ പ്രിൻസിപ്പലിനോട് പറഞ്ഞ് എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. ഓ, ഷൈനി, അച്ഛൻ അറിയില്ലേ? ഷൈനി കോട്ടയത്തുള്ള, ഇവിടെ താഴെ താമസം. എന്നെ ഓർക്കുന്നു. പിന്നെ പഴയ ചങ്ങാതിമാർ രണ്ടിനും ഒരിടത്ത് തന്നെ എത്തി. ആഹാ, ശ്രീലക്ഷ്മിയോ? നീയും ഒത്തിരി വളർന്നുവല്ലോ. അമ്മയ്ക്കൊക്കെ സുഖമാണോ? പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ലേ ചേച്ചി? നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാൻ ഇറങ്ങട്ടെ. അച്ഛനെന്നെ ഉടനെ പോകുന്നേ? ഒരു കല്യാണം വെച്ചുകൊണ്ട് മോളെ, അടുത്താണ് വരുമ്പോ കാണാം. വരട്ടെ. നീ എത്രയല്ലേ പഠിക്കുന്നേ? പ്രീ ഡിഗ്രി. രാജേട്ടാ ഒരു മിനിറ്റ്, ഞാനിപ്പോ വന്നേക്കാം. ഷൈനി, ഷൈനി നീ പോകുന്നുണ്ട്, വേമാ. ഇത് വരണടി. രാജേട്ടാ ഒന്ന് സൂപ്പർ മാർക്കറ്റിൽ ഡ്രോപ്പ് ചെയ്യണേ. കേറ്. ആഹാ, അവിടെ നിൽക്കേ, അവിടെ നിൽക്കേ. നീ എന്താ രാജേട്ടനെ ഡ്രൈവറാക്കാൻ പോവാ? വേണ്ട, കയറിയിരിക്കേ. അത് കൊള്ളാം. ബൈ ബൈ. മേളത്തെ സാറും താഴത്തെ കൊച്ചമ്മയല്ലേ? മോളത്തെ കൊച്ചമ്മ അവിടെ ഉണ്ടോ? കാണുമായിരിക്കും. അല്ല, വലിയ വലിയ ആൾക്കാർക്ക് കാര്യമൊന്നും വലിയ പ്രശ്നമല്ല. ഇത് താഴത്തെ സാറും മോളത്തെ കൊച്ചമ്മ കൊണ്ട് പോകുന്നത് നമുക്ക് കാണാം. താനൊന്ന് തൂക്കി തരുന്നുണ്ടോ? അല്ല, വല്ലോന്റെ കാലത്ത് നമ്മളെന്തിനാ ഈ തലയെടുത്ത്? തൂക്കൊന്നും വേണ്ട, ആവശ്യമുള്ള എടുത്തോണ്ട് പോക്കൂ. ശ്രീ, എന്താ ചേട്ടാ? പിന്നെ അകത്ത് ശ്രീലക്ഷ്മി ആയിരുന്നോ? ഞാൻ ശ്രീദേവിയെ വിളിച്ചത്. രാജേട്ടൻ വിളിച്ചോ? രണ്ടാളും എത്തിയല്ലോ. പിന്നെ ശ്രീന്ന് വിളിച്ച രണ്ടാളും എത്തില്ലേ? എന്നെ വീട്ടിൽ ശ്രീന്ന് വിളിക്കുന്നത് ഇതൊരു പ്രശ്നമാണല്ലോ. ഇനി മുതൽ നിന്നെ ഞാൻ ശ്രീലക്ഷ്മിനെ വിളിക്കും. ഇവളെ ശ്രീന്നും. ഞാൻ ആന്റിനെ വിളിക്കൂ. എന്റെ പൊന്നു അങ്ങനെ വിളിച്ചാൽ മതി. അച്ഛൻ ഞാൻ ഇന്ന് ആന്റി ഡ്യൂട്ടിയെ കിടക്കാം. മോള് പോയി കിടന്നു. രാവിലെ സ്കൂളിൽ പോകാനുള്ളതല്ലേ? വാ. നമ്മുടെ കൃഷ്ണൻ എപ്പോ വരുമെന്ന് പറഞ്ഞിട്ട് പോയത്? തിങ്കളാഴ്ച രാവിലെ എത്താന്നാ പറഞ്ഞത്. എന്താ? അല്ല, നാളെ എറണാകുളം വരെ ഒന്ന് പോണമായിരുന്നു. ഈ ഒറ്റയ്ക്ക് ഓടിച്ചോണ്ട് പോവാന്ന് പറഞ്ഞാൽ ഒരു... ശ്രീദേവി, എന്താ ഷൈനി? ശ്രീദേവി, വീട്ടിൽ നിന്ന് അപ്പച്ചന്റെ കോൾ ഉണ്ടായിരുന്നു. അമ്മച്ചി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. എന്താ അസുഖം?
പെട്ടെന്നൊരു തലകറക്കം വന്നു. ഡോക്ടറെ കാണിച്ചപ്പോ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞങ്ങളൊന്ന് പോയിട്ട് വരാന്ന് വിചാരിക്കുക. രണ്ടുപേരും പോകുന്നുണ്ടോ? ആ ഒന്ന് പോയിച്ചു വരാം. എന്ന് തഴിക്കല്ലേ? ഗുഡ് നൈറ്റ്. എന്താ സീരിയസ് ആയിട്ട് എന്തെങ്കിലും? സീരിയസിൽ ഒരു മണ്ണാങ്കട്ടയില്ല. ഇത് സ്ഥിരമായിട്ടുള്ള ഏർപ്പാടാ. നമ്മുടെ മദർലോയെ അനാവശ്യമായിട്ട് ഒരുപാട് ഫുഡ് കൺസ്യൂം ചെയ്യും. അതിന്റെ ഏനക്കേടാ. ചുരുക്കി പറഞ്ഞ മനുഷ്യനെ മെനക്കെടുത്ത് പോയിച്ചു വരട്ടെ.